പ്രിയ സഹോദരങ്ങളെ, നാളേക്കായി നീ ഭയപ്പെടുന്നുണ്ടോ? ദൈവം ഇതിനകം തന്നെ നിനക്കായി ഒരുക്കിയിരിക്കുന്നു. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ തിരുവചനത്തിലൂടെ ഇന്നു ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറന്നു നൽകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നു നാം വായിക്കുവാൻ പോകുന്ന വേദഭാഗത്തിൻ്റെ തുടർച്ച പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ്. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെരുക്കുവാൻ പോയാരെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നോക്കുവീൻ, യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താങ്കളുടെ സ്ഥലത്തിരിപ്പീൻ. 7-ാം ദിവസം ആരും തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തം പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. പിന്നെ മോശെ, യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കുടിപ്പാർപ്പുള്ള ദേശത്തെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിൻ്റെ അതിരിലെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. ഒരിടങ്ങഴി ഓമർ പറ ഏഫയുടെ 10 ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് ദിവസേന വേണ്ടുന്ന മന്ന, അതായത് സ്വർഗീയ അപ്പം അവർക്ക് നൽകുകയാണ്. പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞിരുന്നു, ശബത്ത് ദിനത്തിൽ നിങ്ങൾ ഇത് ശേഖരിക്കരുത്. എങ്കിലും ചിലർ അതനുസരിക്കാതെ പുറത്തുപോയി അത് പരക്കി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവം അവർക്ക് ദിവസേന വേണ്ടുന്ന ആഹാരം നൽകുന്നുണ്ട്. നാളെയെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അനുസരണമില്ലെങ്കിൽ അനുഗ്രഹം നഷ്ടപ്പെടും. ശബത്തുദിനം വിശ്രമം മാത്രമല്ല, ദൈവത്തിൽ വിശ്വാസം വയ്ക്കുവാനുള്ള ഒരു പരീക്ഷയുടെ ദിനം കൂടിയാണ്. ദൈവം പറയുന്നത് വളരെ ലളിതമാണ്: ഞാൻ ഒരുക്കും, നീ വിശ്വസിക്കൂ. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നാളെയെക്കുറിച്ചുള്ള ഭയം വിട്ടകന്ന് ഇന്നത്തെ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവേ, നാളെയെക്കുറിച്ചുള്ള ഭയം വിട്ടകന്ന് നിന്നിൽ തന്നെ വിശ്വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. നിന്റെ വചനത്തിൽ തന്നെ അനുസരിക്കുവാനുള്ള ഒരു കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.